നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. ഇന്നത്തെ വിപണി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊപ്ര കിട്ടാനില്ല, മുട്ടുമടക്കി ബഹുരാഷ്ട്ര കമ്പനി. രാജ്യാന്തര റബ്ബർ അവധി വിലകൾ നേരിയ റേഞ്ചിൽ നീങ്ങി പുതിയ ദിശ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. ഒസാക്ക എക്സ്ചേഞ്ചിൽ റബ്ബർ കിലോ 321 എന്നിലാണ്. സിംഗപ്പൂർ, ചൈനീസ് മാർക്കറ്റുകളിലും മ്ലാനത നിലനിന്നു. അതേസമയം കയറ്റുമതി വിപണിയായ ബാങ്കോക്കിൽ ഷീറ്റ് വില 197 രൂപയിൽ നിന്നും 200 കയറിയെങ്കിലും തിരക്കിട്ട് പുതിയ ഇടപാടുകൾക്ക് ഇറക്കുമതി രാജ്യങ്ങൾ മുന്നോട്ട് വന്നില്ല. ഡോളറിന് മുന്നിൽ ജപ്പാനീസ് യെന്നിൻ്റെ മൂല്യം 143 കരുത്ത് നേടിയതും വാങ്ങലുകാരെ അല്പം പിന്നോട്ട് വലിയാൻ പ്രേരിപ്പിച്ചു. സംസ്ഥാനത്ത് 4ാം ഗ്രേഡ് റബ്ബർ 197 രൂപ 50 പൈസയിലും 5ാം ഗ്രേഡ് 194 രൂപ 50 പൈസയിലും വ്യാപാരം നടന്നു. ഉത്തരേന്ത്യൻ ചെറുകിട വ്യവസായികൾ ഒട്ടുപാൽ കിലോയ്ക്ക് 130 രൂപയ്ക്കും ലാറ്റക്സ് 135 രൂപയ്ക്കും ശേഖരിച്ചു. ഹൈറേഞ്ചിൽ ഏലച്ചെടികൾ പുഷ്പിക്കാൻ അനുകൂല കാലാവസ്ഥ. ഉൽപ്പാദക കേന്ദ്രങ്ങളിലെ സ്ഥിതിഗതികൾ കണക്കിലെടുത്താൽ ജൂൺ അവസാനം പല ഭാഗങ്ങളിലും വിളവെടുപ്പ് രംഗം സജീവമാകാം. എന്നാൽ പുതിയ സീസണിലെ ഉൽപ്പാദനം സംബന്ധിച്ച് വ്യക്തമായ ചിത്രത്തിനായി ഇനിയും കാത്തിരിക്കണം. അതുകൊണ്ട് തന്നെ ചെറുകിട കർഷകർ വിപണിയിലെ ചലനങ്ങൾ ഓരോ ദിവസവും സൂക്ഷ്മതയോടെ വിലയിരുത്തുന്നു. ഇന്നലെ 2 ലേലങ്ങളിലായി 1 ലക്ഷം കിലോയിലധികം ഏലക്ക വിൽപ്പനയ്ക്ക് ഇറങ്ങി. അതേസമയം ഇന്ന് ശാന്തൻപാറയിൽ ആകെ 9625 കിലോ ഏലക്കയുടെ കൈമാറ്റമാണ് നടന്നത്. ശരാശരി ഇനങ്ങൾ കിലോയ്ക്ക് 2042 രൂപയിലും മികച്ച ഇനം 2597 രൂപയിലും വ്യാപാരം നടന്നു. ഒരു ബഹുരാഷ്ട്ര കമ്പനി തമിഴ്നാട്ടിൽ നിന്നും വില ഉയർത്തി കൊപ്ര ശേഖരിച്ചു. പല അവസരങ്ങളിലും വിപണി വിലയിലും താഴ്ത്തി വൻ ഓർഡറുമായി രംഗത്ത് ഇറങ്ങുന്ന അവരുടെ പഴയ തന്ത്രം തൽക്കാലം വില പോവില്ലെന്ന തിരിച്ചറിവിലാണ് കൊട്ടേഷൻ നിരക്ക് ഉയർത്തിയതിന് പിന്നിലെന്ന് വേണം അനുമാനിക്കാൻ. കിലോയ്ക്ക് 190 രൂപയ്ക്ക് അവർ കൊപ്രയ്ക്ക് പിടിമുറുക്കിയത് കണ്ട് കേരളത്തിൽ നിന്നുള്ള ഒരു അർദ്ധ സർക്കാർ സ്ഥാപനം 188 രൂപ മികച്ച ഇനം കൊപ്രയ്ക്ക് വാഗ്ദാനം ചെയ്തു. ഇതിനിടെ കൊച്ചിയിൽ കൊപ്ര വില 190 രൂപയായി. വെളിച്ചെണ്ണ കിൻഡലിന് 300 രൂപയുടെ മികവിൽ എക്കാലത്തെയും ഉയർന്ന നിരക്കായ 28,500 രൂപയിലെത്തി. ഇതാണ് ഇന്നത്തെ വിപണി വിശേഷങ്ങൾ. ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനായി കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.